നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് എന്ന സ്വപ്നവുമായാണ് കോൺഗ്രസ് നേതാക്കൾ വയനാട്ടിൽ ഒത്തൊരുമിച്ചത്. ക്യാമ്പിൽ കോൺഗ്രസ് നേതാക്കൾ നിർണായക ചർച്ചകൾ നടത്തുമ്പോൾ തന്ത്രങ്ങൾ മെനയാൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവും എത്തിയിരുന്നു. തന്ത്രങ്ങൾ മെനയാൻ കോൺഗ്രസ് തെരഞ്ഞെടുത്ത സ്ഥലം തന്നെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം നടന്ന മുണ്ടക്കൈ ചൂരൽമല മേഖല സ്ഥിതി ചെയ്യുന്ന വയനാട്. ദുരന്തബാധിതരെ സംരക്ഷിക്കാമെന്നും അവർക്ക് വീടുകൾ കെട്ടി നൽകാമെന്നും പറഞ്ഞ് യൂത്ത് കോൺഗ്രസ് ഫണ്ട് പിരിച്ചു മുക്കിയ അതേ വയനാട്. മാത്രമല്ല, ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ വാങ്ങിയ സ്ഥലത്ത് മുസ്ലിം ലീഗ് നടത്തിയ ഞെട്ടിക്കുന്ന അഴിമതി പുറത്തു വന്നതും ഇതേ വയനാട്ടിലായിരുന്നു. അവിടെ തന്നെയാണ് 100 സീറ്റ് എന്ന സ്വപ്നവുമായി കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ സുൽത്താൻ ബത്തേരിയിലെ തന്നെ ആഡംബര 7 സ്റ്റാർ റിസോർട്ടിൽ ഒന്നിച്ചത്. എന്നാൽ ഈ സംഗമം ലക്ഷ്യം തെറ്റിയ ലക്ഷ്യമായി മാറിയെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർക്കും മുതിർന്ന നേതാക്കൾക്കും മത്സരിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വച്ചത്. മത്സരിക്കാൻ 2-3 എംപിമാർക്ക് നല്ല താല്പര്യമുണ്ടെന്നും വി.ഡി. സതീശനാണോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുമ്പോൾ പാർട്ടിയിൽ എല്ലാവർക്കും കഴിവുണ്ടെന്നുമായിരുന്നു തരൂരിന്റെ പ്രതികരണം. മത്സരത്തിനൊരുങ്ങുന്നത് അടൂർ പ്രകാശ് മുതൽ സുധാകരൻ വരെയുള്ള നേതാക്കൾ. മുതിർന്ന നേതാക്കളും വിരമിക്കാറായവരും മത്സരിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. പരമാവധി സീറ്റുകളിൽ അനുയായികളെ നിർത്താനും നേതാക്കളുടെ നീക്കമുണ്ട്. കെ.സി. വേണുഗോപാൽ പക്ഷത്തിന്റെ നീക്കം തടയാൻ പതിവ് പോലെ വി.ഡി. സതീശന്റെയും ചെന്നിത്തലയുടെയും ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നുവെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സുനിൽ കനകോലുവിന്റെ 80 സീറ്റുകൾ എന്ന വാഗ്ദാനം മനക്കോട്ടയെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. തദ്ദേശ വിജയം നിയമസഭയിൽ ആവർത്തിക്കുമെങ്കിൽ 2011 UDF 88 കൂടുതൽ സീറ്റ് നേടിയേനെ. കേരളം കണ്ട മഹാദുരന്തത്തിന്റെ ഇരകൾക്കു നേരെയുള്ള വഞ്ചന ആവർത്തിച്ച് KPCC നേതൃക്യാമ്പ് അവസാനിക്കുമ്പോൾ കോൺഗ്രസ് വീട് നിർമ്മാണത്തിൽ കട്ട് ഓഫ് ഡേറ്റ് പറയാനാകില്ല എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. അതായത് സുൽത്താൻ ബത്തേരിയിലെ ആഡംബര ഹോട്ടലിൽ നടന്നത് സീറ്റുറപ്പിക്കാനുള്ള നേതാക്കളുടെ വടംവലി മാത്രമാണ്.